പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികൾ ജിമ്മിന് പോകുന്ന കാലമാ. ജിമ്മിന് പോകുന്ന കാലമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ നടുവേ നീങ്ങിക്കൊണ്ടിരിക്കുന്ന പെണ്ണിനും അവളുടെ ശരീരം ഒന്ന് മെച്ചപ്പെടുത്തണ്ടേ? ശരിയാ. പക്ഷേ പെണ്ണുങ്ങൾ മാത്രമുള്ള ജിമ്മിനല്ല. കാസർഗോഡ് ജില്ലയിൽ ചെന്നപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഇന്നിവിടെ ശക്തമായി പെൺകുട്ടികൾ ജിമ്മിന് പോകുന്നതിനെതിരെ പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പറയൂല. എന്തുകൊണ്ട്? പെൺകുട്ടികൾക്ക് അതിന് പോകുന്നത് എന്തെങ്കിലും നിഷിദ്ധമാണോ? എന്തെങ്കിലും മതപരമായിട്ട് അതിന് തെറ്റുണ്ടോ? ഏതെങ്കിലും പണ്ഡിതന്മാരത് മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ സമയത്താണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് ആയിട്ടുള്ള ജിമ്മാ. കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ചെറുപ്പക്കാര് മസിലുരുട്ടി കയറ്റാൻ വേണ്ടിയിട്ട്, അവരുടെ ശരീരം ഇങ്ങനെ പവറാക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ, പെങ്ങളെ, നിന്റെ ശരീരത്തിലേക്കല്ലേ നോട്ടമുള്ളത്? അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ഭർത്താക്കന്മാര് വിടുമ്പോൾ, പെൺകുട്ടികളെ ബാപ്പമാര് വിടുമ്പോൾ, ആങ്ങളമാരെ പെങ്ങന്മാരെ വിടുമ്പോൾ, പെണ്ണുങ്ങൾ പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ വിട്ടോ അത്യാവശ്യമെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചോ. അതല്ലാതെ പുരുഷന്മാര് മാത്രമുള്ളിടത്ത് വിടാൻ പാടില്ല. ഇതെല്ലാം തെറ്റ് തന്നെയാണ്. ഇതെല്ലാം തിന്മ തന്നെയാണ്. ഇതെല്ലാം മോശപ്പെട്ടത് തന്നെയാണ്. ഇതെല്ലാം വർജിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇതെല്ലാം ശരിയാണെന്ന് വാദമാർക്കും തന്നെയില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആരുടെ ഭക്ഷണമാ കഴിച്ചത്? ആര് തന്ന വെള്ളമാ നമ്മൾ കുടിച്ചത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന വെള്ളമല്ലേ? എത്രയോ ആളുകളാണ് പ്രിയപ്പെട്ടവര് വായിലൂടെ വെള്ളം കുടിക്കാൻ കഴിയാത്തതിന്റെ പേരില് തൊണ്ടയിൽ ട്യൂബിട്ടിട്ട് കഴിക്കുന്നത്, കഴുത്തിൽ ട്യൂബിട്ടിട്ട് ഭക്ഷണം കഴിക്കുന്നത്, ജ്യൂസാക്കി കൊടുക്കുന്നത്. ഈ പറയപ്പെട്ട ആളുകളൊക്കെ നിസ്കാരമുള്ളവരാണ്, നോമ്പുള്ളവരാ. ഇതൊന്നുമില്ലാതെ തന്നെ യഥേഷ്ടം നല്ല ഭരണക്കൂട്ടുകളുള്ള, രുചിക്കൂട്ടുകളുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരുമ്പോൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ആരുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ തിന്മ ചെയ്തത്? ഈ ശരീരത്തിന് വന്ന എനർജി ആര് തന്ന ഭക്ഷണം കഴിച്ചിട്ടാണ്? മഹാനായ ഇബ്രാഹിമിന് അധികം തങ്ങൾ പറഞ്ഞു, മോനെ, നീ തെറ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്തോ, പക്ഷെ ഫലാ തഅകുലു മിൻ റിസ്ഖില്ലാ, അല്ലാഹു എന്ന റാസിഖിന്റെ ഭക്ഷണം നീ കഴിക്കല്ല. ആ മനുഷ്യൻ പറഞ്ഞ മറുപടിയാണ്, എങ്ങനെയാണ് ഉസ്താദേ, എല്ലാം പടച്ചവൻ തരുന്നതല്ലേ, പിന്നെ എങ്ങനെയാണ് കഴിക്കാതിരിക്കാൻ പറ്റുക? അതല്ലാതെ വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും കിട്ടുവോ? എന്നാ മോനെ, മൂന്നാമതാകിട്ട് നീ ഒന്ന് ചിന്തിക്ക്. ഇനി പാപം ചെയ്യണമെന്ന് നിനക്ക് തോന്നുമ്പോൾ, അങ്ങനെ മനസ്സിന് നിനക്ക് ആഗ്രഹം വരുമ്പോൾ, അള്ളാന്റെ ഭൗമോപരിതലത്തിന്റെ വിരിമാറിലിരുന്ന് തെറ്റ് ചെയ്യല്ലേ. ഈ പടച്ചോന്റെ ഭൂമിയിൽ നിന്ന് മാറിയിട്ട് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ പോയി നീ ഇരുന്ന് ചെയ്യണേ. അതല്ലെങ്കിൽ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ പോയിരുന്ന് നീ ചെയ്യണേ. അതല്ലാതെ ഒരിക്കലും നീ പടച്ചോന്റെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അവൻ നിഷിദ്ധമാക്കിയത് ചെയ്യല്ലേ. ഇത് പറഞ്ഞപ്പോഴും ആ മനുഷ്യൻ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഐന അദ്ഹബു വകുല്ലു മാ ഫിൽ കൗനിലാ. എവിടെ പോകാനാ? ഇതെല്ലാം പടച്ചവന്റെതല്ലേ, ഇതെല്ലാം റബ്ബുൽ ഇസ്സത്തിന്റെതല്ലേ, ഇതെല്ലാം കരുണക്കടലിന്റെതല്ലേ. അതുകൊണ്ട് അതും കഴിയില്ല ഉസ്താദേ. എന്നാ പൊന്നുമോനെ, നാലാമത് ഞാനൊരു കാര്യം പറയാ. ഇനി പടച്ചവനുമായി ബന്ധമുള്ളതങ്ങ് വിട്ടേക്ക്, അത് നിനക്ക് പറ്റൂലെന്ന് മനസ്സിലായില്ലേ? എന്നാ ഞാൻ നാലാമതായിട്ടൊന്ന് പറയട്ടെ. നീ തെറ്റൊക്കെ ചെയ്തോ, അള്ളാന്റെ ഭൂമിയുടെ മുകളില് അവൻ തരുന്ന ഭക്ഷണം കഴിച്ച് അവൻ കാണുന്ന സ്ഥലത്തിരുന്ന് നീ തെറ്റ് ചെയ്തോ, ഈ ചിന്തകളൊക്കെ നിന്റെ ഭാഗത്ത് നിന്ന് പൊയ്ക്കോട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, ഇദാ ഖറഅത ദുനൂബക ഫീ സഹീഫതിക, നിന്റെ കർമ്മ പുസ്തകമുണ്ടല്ലോ, നിന്റെ ജീവിതത്തിന്റെ റെക്കോർഡ്സ് പുസ്തകമുണ്ടല്ലോ, നിന്റെ ജീവിതത്തിന്റെ കുറ്റപത്രമുണ്ടല്ലോ, ഇത് നാളെ നിനക്ക് തരുന്ന ഒരു ദിവസമുണ്ട്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ ഒന്നും അല്ലാഹു വിടൂല. ഒരു ചെറിയ ചിന്ത മനസ്സിൽ വന്നാലും അതിനകത്ത് റെക്കോർഡാ. CCTV ക്യാമറ നമ്മൾ ഭയക്കുമല്ലോ.
ടൂ വീലറും ഫോർ വീലറും ഓടിച്ചു പോകുമ്പോൾ ക്യാമറ ഇരിക്കുന്നത് കണ്ടാൽ പ്രിയപ്പെട്ടവരെ പിണറായി വിജയന്റെ പോലീസ് നമ്മളെ പിടിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ വളരെ പതുക്കെ പോകുന്നത് ക്യാമറ ഇരിക്കുന്നത് കൊണ്ടാ. എവിടെയെങ്കിലും പോയാൽ CCTV ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ മുത്തഖീങ്ങളാ, നമ്മളപ്പോൾ വലിയ മുഖ്ലിസീങ്ങളാ. പക്ഷെ അതില്ലെങ്കിൽ നമ്മുടെ സ്വഭാവം നേരെ വിരുദ്ധമാ. പക്ഷേ പ്രിയപ്പെട്ടവരെ, എല്ലാം രേഖപ്പെടുത്തുന്ന ഒരു CCTV ക്യാമറയുണ്ട്. ആ ക്യാമറയാണ് നമ്മുടെ ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകം. ഡയറി കുറിപ്പ് എഴുതുന്നത് പോലെയല്ല. 2023 ഫെബ്രുവരി മാസം 13-ാം തീയതി ഞാൻ ഇന്നത് ചെയ്തു, ഇത്ര മണിക്ക് ഇന്ന സംഭവം ഉണ്ടായെന്ന് നീ എഴുതുന്നത് പോലെയല്ല. ഉറക്കത്തിലെ കാണുന്ന സ്വപ്നം പോലും രേഖപ്പെടുത്തപ്പെടുകയാ. നിന്റെ അബോധാവസ്ഥയിലുള്ള ചിന്തകൾ പോലും എഴുതപ്പെടുകയാ. നിന്റെ ഞരക്കം പോലും രേഖപ്പെടുത്തപ്പെടുകയാ. ഇതെല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന കർമ്മപുസ്തകം നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന മാലിക്കുൽ മുൽക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, പടച്ചവന്റെ കോടതിയിൽ നിന്നുകൊണ്ട്, ഒരു ചാൻ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹ്ശറ, ആ വൻസഭയിൽ നിന്നുകൊണ്ട് നീ പറയണം, അല്ലാഹുവേ ഞാനിത് നിഷേധിക്കുകയാണ്, ഇത് ഞാൻ ചെയ്തിട്ടില്ല, ഇത് ഞാൻ ചെയ്തിട്ടില്ല, ഇത് നിഷേധിക്കുന്നു എന്ന് നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ നീ തെറ്റ് ചെയ്തോ. ആ സമയത്തതാ വീണ്ടും മഹാനവറുകളോട് ശിഷ്യം പറയുകയാണ്, ഉസ്താദേ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്തായി പറയുന്നത്, നിങ്ങൾ എന്തായി പറയുന്നത്? ഫൈനൽ കിറാമുൽ കാത്തിബീ, ഈ എഴുത്തുകാരായ റിപ്പോർട്ടർമാരായ മലക്കുകൾ അവിടെ ഉണ്ടല്ലോ. വൽ മലായികത്തുൽ ഹാഫിളൂ, പ്രൊട്ടക്ഷന്റെ മാലാകമാർ അവിടെ വരുന്നുണ്ടല്ലോ. വശുഹൂദുൻ നാതിഖൂ, എല്ലാം മിണ്ടുന്ന നമ്മുടെ അവയവങ്ങളും അവിടെ വരുമല്ലോ റബ്ബേ, അല്ലാഹുവിന്റെ ഹബീബ് വരുമല്ലോ ഉസ്താദേ. പിന്നെ എങ്ങനെയാണ് എനിക്ക് ആ തെറ്റ് ചെയ്യാൻ കഴിയുക? ഇതിനെ എങ്ങനെയാണ് എനിക്ക് അവഗണിക്കാൻ കഴിയുക? ഉസ്താദ് പറഞ്ഞ കഴിയൂലല്ലോ. എന്നാൽ ഞാൻ ഇനി അഞ്ചാമതൊരു കാര്യം കൂടി പറഞ്ഞു തരാ, അത് കേട്ടിട്ട് നീ തീരുമാനിച്ചോ തെറ്റ് ചെയ്യണമെന്ന്. നിനക്ക് റബ്ബിനോട് തെറ്റ് ചെയ്യണമെന്ന് കൊതിയുണ്ടാകുമ്പോൾ നീ ചെയ്തോ മോനെ, എന്ത് വേണോ നിനക്ക് ചെയ്യാ. പിന്നെ നിന്റെ അടുത്ത് മലായിക്കത്തുകൾ വരുന്ന ദിവസമുണ്ട്. എന്തിനാണ് അവർ വരുന്നത്? നിന്നെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാനാ. ഏത് മലക്കുകളാണ് വരുന്നതെന്നറിയോ? അവര് ചിരിക്കൂല, അവര് സന്തോഷിക്കൂല, അവർക്ക് പുഞ്ചിരിയില്ല, അവർക്ക് കരുണയില്ല, അവർക്ക് കടാക്ഷമില്ല, അവർക്ക് ഒരിക്കലും ഒരാളെ സന്തോഷപ്പെടുത്തുന്ന സംവിധാനമില്ല. അല്ലാഹ് പറഞ്ഞത് അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, മല്ലന്മാരാണ്, മല്ലന്മാരാണ്, കഠിന ഹൃദയരാണ്. അങ്ങനത്തെ മലക്കുകളെ നിന്നെ വലിച്ചടച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങുമ്പോൾ പൊന്നുമോനെ ഫലാ തദ്ഹബ് മഅഹും, നീ അവരോടൊപ്പം പോകാതെ അവിടെ തന്നെ അങ്ങ് നിന്നാ മതി. എന്നിട്ട് നീ പോയി തെറ്റ് ചെയ്തോ, നരകത്തിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോ നീ പോകരുത്, അവിടെ തന്നെ അങ്ങ് നിൽക്കണം. ഈ മനുഷ്യൻ പറയുന്നു സുബ്ഹാനല്ലാഹ്, ഉസ്താദേ നിങ്ങൾ എന്താ പറയുക? ഫഹല്ലി ഖുവതൻ അലൈഹി ഇന്നമാ യസൂഖൂനനി സൗഖാ, എനിക്കെങ്ങനെയാണ് പോകാതിരിക്കാൻ പറ്റുക? അവര് വലിച്ചടച്ച് പിടിച്ചു വലിച്ചു കൊണ്ട് പോകൂലേ, പിന്നെ ഞാൻ എങ്ങനെയാണ് പോകാതിരിക്കുന്നത്? ഇത് പറഞ്ഞിട്ട് ആ മഹാനായ മനുഷ്യൻ പറയുകയാണ്, മഹാനായ ഇബ്രാഹിമിന് അധികം തങ്ങൾ ചോദിക്കുകയാണ്, പൊന്നുമോനെ ഇനി പറ, നിനക്ക് തെറ്റു ചെയ്യണോ? ഇനി നിനക്ക് ആഗ്രഹമുണ്ടോ തിന്മകൾ ചെയ്യാ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല ഉസ്താദ്, എനിക്കിനി മോഹങ്ങളൊന്നുമില്ല, ഇനി എനിക്ക് വൈകാരിക ചിന്തകളൊന്നുമില്ല, എല്ലാം ഞാനിതാ വെച്ച് അവസാനിപ്പിക്കുകയാ. തസവ്വുഫിന്റെ ഉന്നതമായ മേഖലകളിലേക്ക് പറന്നുയർന്നെങ്കിൽ എന്നെ കേൾക്കുന്ന താഴെ അങ്ങോട്ടുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, അള്ളാന്റെ കണ്ണു വെട്ടിച്ചൊരു തെറ്റും ചെയ്യാ, പടച്ചതമ്പുരാനെ മറച്ചുകൊണ്ടൊന്നും ചെയ്യാ നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ അള്ളാഹുവാണ് ഏത് സമയത്തും നമ്മളോടൊപ്പമുള്ളത്. ഇല്ലാഹുവ മഅഹും ഐനമാ കാനൂ, എവിടെ പോയാലും അല്ലാഹ് നമ്മളോടൊപ്പം ഉണ്ട്.
എവിടെ പോയാലും അല്ലാഹ് നമ്മളോടൊപ്പമുണ്ട്. അല്ലാഹുവിന്റെ ആ പരിശുദ്ധമായ ആ ഒരു സാന്നിധ്യം നമുക്ക് വലിയ ഒരു അനുഗ്രഹമാണ്. പക്ഷേ അത് തിന്മ ചെയ്തിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണുന്നു എന്ന ഒരു ബോധമുണ്ടായിട്ടും തിന്മ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ നിന്ന് കാത്തുരക്ഷിച്ച് അവനു വേണ്ടി ജീവിതം സമർപ്പിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി രണ്ടാമതൊരാൾ, അതാരാ? ഈ അള്ളാന്റെ വിഷയത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല, എവിടെ പോയാലും പടച്ചോൻ കൂടെ ഉണ്ട്. എന്നാൽ ഇനി നമ്മളെ കൂടെ എപ്പോഴും ഉള്ള വേറൊന്നുണ്ട്. എന്താണെന്നറിയോ? നമ്മളെ കൂടെ ഏത് സമയത്തും എവിടെയുണ്ടാവും. നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അറിവ്, ഞാൻ എന്റെ ഉസ്താദുമാര് പഠിപ്പിച്ചു തന്നത്, ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മറുപടി തരും. എനിക്കറിവില്ല, ഞാനൊരു ജാഹിലാണ്, ഞാനൊരു അജ്വഫാണ്. അത് നിങ്ങൾ പറയും, ഓ എന്തൊരു വിനയത്തിന്റെ പറച്ച്. അതൊന്നുമല്ല, നിങ്ങളെക്കാലം എന്നെ പറ്റി എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ പറയാൻ. എന്റെ ഉസ്താദുമാർ എന്നെ പഠിപ്പിക്കുന്നതും, ഞാനൊരു പ്രസംഗത്തിന് പോകുമ്പോ കൃത്യമായി ഉസ്താദുമാരോട് ചോദിച്ചിട്ട് ഇന്ന വിഷയം പറയണമെന്ന് പറയുമ്പോ അവരൊക്കെ പറഞ്ഞു തരുന്നതാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ ശൈത്താൻ എന്ന് പറയുന്ന രണ്ടാമത്തെ സംഗതി, ഒന്നല്ല, രണ്ടാമത്തേത് ശൈത്താൻ. ശൈത്താൻ വരാത്തൊരു സ്ഥലം, ഇന്ന സ്ഥലത്ത് വരുമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അവിടെ ശൈത്താൻ വരും. അതിന് വ്യക്തമായ ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ശൈത്താൻ വരാത്ത സ്ഥലം ഒന്നുമില്ല. രണ്ടാമത്തേത് ശൈത്താനാണ്. അല്ലാഹു ആ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവല് തേടി അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ 17ാമത്തെ ആയത്ത്, സൂറത്തുൽ അഅറാഫിലെ 17ാമത്തെ ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ചു, ശൈത്താൻ ഇബ്ലീസ് നമ്മളെ കൂടെ എല്ലാ സ്ഥലങ്ങളിലും വരും, ഒരു സ്ഥലത്തും ഒഴിവാവൂല. നമ്മൾ കരുതുന്നത് എന്താ? നമ്മൾ കരുതുന്നത് പള്ളിയിൽ വരും, പള്ളിക്കകത്ത് ഒന്നാം സഫിലുണ്ടാവും. അങ്ങനെ വരുന്ന ശൈത്താന്റെ പേരാണ് ഖൻസബ്, യുഖാലു ലഹു ഖൻസബ്. നിസ്കാരത്തിന്റെ സഫിൽ വരുന്ന ശൈത്താന്റെ പേരേതാ? ഖൻസബ്. ഹൗലിന്റെ ഭാഗത്ത് ശൈത്താൻ വരും, ഹൗലിന്റെ ഭാഗത്ത്. ആ ശൈത്താന്റെ പേരേതാ? യുഖാലു ലഹാ വലഹാൻ. അവന്റെ പേര് വലഹാൻ എന്നാ. അത് തന്നെ ബാത്റൂമിലും കയറും, ടോയ്ലറ്റിലല്ല, ബാത്റൂമില്. ചില പെണ്ണുങ്ങൾക്ക് എത്ര കുളിച്ചാലും വസുവാസ് മാറൂല. 2 ടാങ്കിലെ വെള്ളം കുളിച്ചാലും ഭർത്താക്കന്മാര് പരാതി പറയും, ഉസ്താദ് ദുആരക്കണം ഭാര്യയുടെ വസുവാസ് മാറാൻ. ഞാനിപ്പോ എവിടെ പ്രസംഗിക്കാൻ പോയ പിന്നെ പാഴായ മോദിന് വേണ്ടി ദുആരക്കണം 101 രൂപ. യഥാർത്ഥത്തിൽ പാവപ്പെട്ട എഴുതി കൊടുത്ത പഴയ മോദിന് വേണ്ടി ദുആരക്കാനാ. ഇച്ചിരി നീണ്ടുപോയി ഒരു അക്ഷരത്തിന്റെ അപ്പുറത്ത്. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ കരുതുന്നതിന് അപ്പുറത്ത് കാര്യങ്ങളുണ്ട്, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് കാര്യങ്ങളുണ്ട്. വസ്വാസ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കരുതും അതാണ് ശുദ്ധിയുടെ ഭാഗം. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ബാത്റൂമിൽ കയറിയ പെട്ടെന്നൊന്നും പുറത്തിറങ്ങൂല. വസ്വാസാണ്. അത് വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും റബ്ബിനോട് കാവൽ ചോദിക്കണം. ഇല്ലെങ്കിൽ ഒരു എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കുന്ന റൂമാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. ആളുകളൊക്കെ ബുദ്ധിമുട്ടിച്ച് ഇടങ്ങേറാക്കേണ്ടി വരും. വസ്വാസ് വലിയൊരു പ്രശ്നമാണ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. നമ്മൾ എന്നും കാവൽ തേടുന്ന ഒരു സൂറയല്ലേ ഇത്? അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ. വസ്വാസ് വലിയ പ്രശ്നമാണ്. ഈ വസ്വാസ് വരുത്തുന്നത് ശൈത്താനാണ്. യുഖാലു ലഹു വലഹാൻ. ഇനി ടോയ്ലറ്റിൽ മാത്രം 2 ശൈത്താന്മാരുണ്ട്. അവരെന്താന്നറിയോ? കമിതാക്കളാണ്. അവര് കപ്പിൾസാണ്. അവര് കമിതാക്കളാണ്. അവര് കുടുംബക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ കേറുമ്പോ എന്ത് പറയുന്നു? അവിടെയുള്ള ശൈത്താന്റെ പേര്, കക്കൂസിൽ മാത്രം കാണുന്ന ഒരു ശൈത്താന്റെ പേരാണ് ഖുബ്സ് ഖബായിസ്. നമ്മൾ കയറുമ്പോൾ എന്ന് പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. ആൺകൊതു പെൺകൊതു എന്നല്ല, അത് അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ആൺ പിശാച് പെൺ പിശാചിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറുകയാണ്. അല്ലേ? ഇനി എവിടെ വരേണ്ടത്? ഇനി ശൈത്താൻ എവിടെ വരേണ്ടത്? നിസ്കരിക്കുന്നവന്റെ അടുത്ത് വരും, സദഖ കൊടുക്കുന്നവന്റെ അടുത്ത് 70 ശൈത്താൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കുന്നവന്റെ അടുത്ത് വരുന്ന ശൈത്താൻ ഖൻസബ്, ഒറ്റൊരുത്തൻ.
ഹൗലിന്റെ ഭാഗത്ത് വരുന്നത് ഒറ്റ ഒരുത്തൻ വലഹാൻ. ബാത്റൂമിൽ 2 എണ്ണം ആണും പെണ്ണും ഉണ്ട്, ഖുബസും ഖബായിസും. പക്ഷെ സദഖ കൊടുക്കുന്നവനെടുക്കൽ വരുന്നത് 70 ശൈത്താൻ. ഈ 70 ശൈത്താനെയും പോരാടി പിടിച്ചിരുത്തി അടിച്ച് കിടത്തിയിട്ട് ഒരാൾക്ക് ഒരു 10,000 രൂപ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാരും കക്കൂസി പോകും, ഒരു പ്രശ്നവും ഇല്ല. ഖുബസിനെ ഖബായിസിനെയൊക്കെ കാലുമടക്കി അടിക്കും, ഒരു പ്രശ്നവും വരൂല. പള്ളിയിൽ എല്ലാവരും വരും. എന്ത് ഹൻസബ് മാറിയിക്കടാന്ന് പറയും, ചേർന്നിക്കടാന്ന് മറ്റൊരിടത്ത് പറയും, അപ്പോഴൊക്കെ ആയി. ഇല്ലെങ്കിൽ ഇമാമ് നിർത്തിക്കോളും. ഹൗലിന്റെ എവിടെ പോയാൽ ഇപ്പൊ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എവിടെ പോയാലും വെള്ളം കുറച്ചേ വരുള്ളൂ. നമുക്ക് ഞാനിപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ചില ആളുകൾ പള്ളിയിൽ വന്നാലുണ്ടല്ലോ, വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ബക്കറ്റിൽ കൈയിട്ടിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക ചെയ്യുന്നത്. കാരണം വെള്ളം പോവും. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കാലെല്ലാം കൂടെ ഉയർത്തി വെച്ചിട്ട് ഈ ടാപ്പ് അങ്ങോട്ട് തുറന്നു വിട്ടിട്ടായിരിക്കും ഫോൺ വരുന്നത്. ഈ ഫോൺ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ മുട്ടുമുതൽ താഴെ വരെ ഇങ്ങനെ കഴിയും. പോന്നേ പോട്ടെ, പടച്ചോന്റെ വെള്ളമല്ലേ, പൊക്കോട്ടെ, ഇവിടെ ആർക്കാ ഛേദം, ഒരു സൂക്ഷ്മതയില്ല. എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ടിഷ്യൂ എടുക്കുന്നുണ്ട് ചില ആളുകൾ. വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ പോയാൽ ടിഷ്യൂ എടുക്കുന്നത് രാവിലെ പശുവിനെ കറക്കും പോലെയാണ്, ഇങ്ങനെ ഒരു പിടിയാണ്. എന്നാൽ ഇയാള് തന്നെ ഹോട്ടൽ നടത്തുകയാണ്. ഈ ഹോട്ടൽ നടത്തുന്ന ഇദ്ദേഹം കൈ കഴുകിയിട്ട് ആരെങ്കിലും വന്നാലോ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ കുറയും. 100 കുടച്ചിലാ കുടയുന്നത്, ഇതിനകത്ത് ഒരെണ്ണം ഒട്ടിയിരിക്കണമെന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ വലിയ വലിയ മാളുകളിൽ പോയാൽ കാണാം, കൈ കഴുകിയിട്ട് ഒരു സാധനത്തിൽ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഹീറ്റർ അവിടെ വെച്ച് കൈ ഉണക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ കൈ കഴുകാത്തവന്മാരും ജീവിതത്തിൽ ഇന്ന് വരെ വീട്ടിലൊക്കെ കുളിച്ചാൽ ആ നനവോടുകൂടി കുപ്പായം എടുത്തിടുന്നവനും മാളിലും എയർപോർട്ടിലൊക്കെ വരുമ്പോ അവൻ ശരി കൈ കഴുകി അതിൽ വെച്ച് ഉണക്കിയിട്ടേ പോവുള്ളൂ. ഒരു സെറ്റപ്പ്. ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം, ശൈത്താൻ ഒരു സദഖ കൊടുക്കുന്നവന്റെ അടുക്കൽ വരുന്നത് 70 എണ്ണം ഒരുമിച്ച് വന്ന് അവന്റെ ജീവിതത്തിൽ 70 ശൈത്താനോടും മൽപ്പിടുത്തം നടത്തി അവരെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ചെലവേറ്റെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ തീരുമാനിക്ക് 70 എണ്ണത്തിന് അടിച്ചു കിടത്തിയവരാണോ നമ്മൾ, അതെ 70 എണ്ണം കൂടെ നമ്മളെ തലയിൽ കയറി ഇരുന്നിട്ട് നമ്മളെ അടിച്ചു കിടത്തി ഒന്ന് ഓരോരുത്തർ ചിന്തിച്ചാൽ മതി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ശൈത്താൻ വരാത്ത ഒരു സ്ഥലവുമില്ല, ഏത് സ്ഥലത്തും നമ്മളോടൊപ്പമുണ്ട്. അത് ഞാനല്ല പറയുന്നത്, അല്ല തന്നെ പറയട്ടെ. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. സൂറത്തുൽ അറാഫിലൂടെ അല്ലാഹ് പറയുകയാ, ثم لآتينهم. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരുണ്ട്, താഴെ പാങ്ങോടുകാര്. അല്പം മതബോധത്തിൽ മുൻപന്തിയിലാണ്, അല്പമല്ല ബഹുദൂരം മുന്നില. അതുകൊണ്ടറിയാം അള്ളാഹുവിനിവിടെ പറയേണ്ടത് ആതീഹിം എന്ന് പറഞ്ഞാ മതിയല്ലോ. ഞാൻ അവരുടെ അടുക്കൽ വരുമെന്ന് പിശാചിന്റെ വാക്കിനെ ഹിക്കായത്ത് ചെയ്താ മതി. പക്ഷെ ഇവിടെ പറഞ്ഞ വാക്കെന്താ? ആദ്യത്തെ ഒരക്ഷരം ല, പിന്നെ ഇതിന്റെ നൂന് കടത്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിശ്ചയം, നിസ്സംശയം എന്ന അർത്ഥമാണ്. 2 അക്ഷരങ്ങളെ കടത്തി കൂട്ടിയിട്ട് അതിനെ മസ്റ്റാക്കി ഉറപ്പാക്കിയിട്ട് പറയുകയാണ്, നിശ്ചയം നിസ്സംശയം ഞാൻ അവരുടെ അടുക്കൽ ചെല്ലും. എവിടെയാ? മിൻ ബൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെ, വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെ, വഅൻ ഐമാനിഹിം, അവരുടെ വലതുഭാഗത്തിലൂടെ, വഅൻ ശമാഇലിഹിം, അവരുടെ ഇടതുഭാഗത്തിലൂടെ. വലാ തജിദു അക്സറഹും ശാകിരീൻ. ഒറ്റ ഒരുത്തനെയും അല്ലാഹുവിന് നന്ദിയുള്ളവനാക്കാൻ ഞാൻ സമ്മതിക്കൂല, അല്ലാഹുക്ക് നന്ദിയുള്ളവനാകാൻ ഞാൻ അനുവദിക്കൂല. എല്ലാത്തിനെയും ഞാൻ പിടികൂടുക തന്നെ ചെയ്യുന്നതാ. ഇത് സൂറത്തുൽ അറാഫിൽ അല്ലാഹ് പറയുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ആരാണ്? മഹാനായ ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു. ആരാണ് മോശക്കാരനോ? ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിനെ വാർത്തെടുത്ത് സമുദായത്തിന് സമ്മാനിച്ച മഹാനവറുകളാ. ഹാത്തമുൽ അസമ്മിനെ പോലുള്ള വലിയ മഹാവ്യക്തി പ്രഭാവങ്ങളെ പ്രോജ്വലിക്കുന്ന ഇസ്ലാമിന്റെ നായകന്മാരെ ലോകത്തിന് സമ്മാനിച്ച ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാമിൻ സബാഹിൻ ഇല്ലാ വയതീനി ശൈത്താന മിനൽ ജിഹാത്തിൽ അർബഈ. 4 വശത്തൂടെയും ഓരോ പ്രഭാതത്തിലും ശൈത്താൻ എൻ്റെ അടുത്ത് വരുവാറുണ്ട്.
ആത്തമുൽ അസമിന്റെ ഉസ്താദ് ഷഖീഖുൽ ബൽഖി എന്ന ഇബ്രാഹിം അദ്ഹമിന്റെ ശിഷ്യൻ റളിയല്ലാഹു അൻഹു അവര് പറയാണ്, എന്റെ അടുത്ത് 4 വശത്തൂടെയും ശൈത്താൻ ഓരോ സുപ്രഭാതത്തിലും വരും. അപ്പൊ നമ്മളെ കാര്യം പറയണോ? ആത്തമുള്ള ഇപ്പോ പുലിപ്പാറ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ മകളുടെ കല്യാണം അല്ലേ? കല്യാണം വലിയ ഒരു പണ്ഡിതനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ, ഉസ്താദിനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോഴാണ് കാണുന്നത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവരുടെയൊക്കെ തണലും അവരൊക്കെ നമ്മളെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ നാസിഹീങ്ങളും മുഹിബ്ബീങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ ഇന്നത് പ്രസംഗിക്കരുത്, ഇന്നത് പ്രസംഗിക്കണം, ഇന്നത് അബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉപദേശിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു പിടിവള്ളി ഉള്ളത്. അൽഹംദുലില്ലാ, അത് മരിക്കുന്നത് വരെ അവരുടെയൊക്കെ സ്നേഹവും ഗുരുത്വവും പൊരുത്തവും ഒക്കെ നേടി അദബുള്ള, അഹങ്കാരമില്ലാത്ത, വിനയമുള്ള പണ്ഡിതന്മാരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അബ്ദുൽ ഹക്കീം ഉസ്താദ് അദ്ദേഹം ഒരു വലിയൊരു മുബത്തല, പരീക്ഷിക്കപ്പെട്ട ഒരു വലിയ മഹാമനുഷ്യനാണ്. അള്ളാഹു പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് കൊടുത്തു. ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ ഞാൻ എൻ്റെ ഉമ്മ ക്യാൻസർ രോഗം പിടിപെട്ട് ആശുപത്രിയിൽ കഴിയുമ്പോൾ അതിനു മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹം ക്യാൻസർ രോഗം പിടിപെട്ട് എന്റെ സതീർത്ഥ്യനായ ജാമിയ മന്നാനിയ സർവകലാശാലയിൽ എന്നോടൊപ്പം പഠിച്ച ഒരു മതപണ്ഡിതൻ ഈ അസുഖം പിടിപെട്ട് കിടക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അപ്പോ ആ സമയത്തൊക്കെയും ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് അവിടെ ഉണ്ട്. അപ്പോഴൊക്കെയും തന്റെ പ്രിയതമ ആ ഒരൊറ്റ ക്വാളിറ്റി മതി. രോഗം കഠിനമാകുന്ന ഒരവസ്ഥയിൽ ബഹുമാനപ്പെട്ട എന്റെ അഭിവന്ദനായ ഗുരുവര്യർ പാങ്ങോട് മന്നാനിയ അറബി കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരിക്കുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെയും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് തിരികെ പോകുമ്പോ ഒരു ശനിയാഴ്ച ദിവസം ഉസ്താദിന്റെ വീട്ടിൽ കയറി. അപ്പൊ ഞാൻ ഉസ്താദിനെ വേറൊരു ആവശ്യത്തിന് വേണ്ടി വിളിച്ച് കയറുന്ന സമയത്ത് സുഖമില്ലാതെ വേദനിച്ച് ഒരു ബെഡിൽ കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരി എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി എന്നെ കഴിപ്പിച്ചിട്ടാണ് വിട്ടത്. പിന്നീട് ഞാൻ ഇവിടെ ഉംറയ്ക്ക് പോകുമ്പോ സമയത്താണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഭാര്യയുടെ വിയോഗം അറിയുന്നത്. അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ പരമാവധി കൂട്ടിയിട്ട് മയ്യത്ത് നിസ്കാരം അവിടെ വെച്ച് നിർവഹിക്കാൻ കഴിഞ്ഞു. അതിൽ ഞാൻ കൃതാർത്ഥനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല അവരെ ദമ്പതിമാരാക്കി ഇവിടെ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ പകുതി അല്ലാഹു അവിടെ പകരം കൊടുത്ത് അല്ലാഹു ഉന്നതമായ പദവികൾ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പം അദ്ദേഹം പാങ്ങോട് മന്നാനിയ അറബി കോളേജിലാണ്. അൽഹംദുലില്ലാ, ഒരു പുതിയ ന്യൂ അപ്ഡേഷൻ, ഒരു പുതിയ ഉണർവോടുകൂടി സടകുടഞ്ഞെഴുന്നേറ്റ് ജാമിയ മന്നാനിയ പാങ്ങോട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ളവരെയൊക്കെ അങ്ങോട്ട് വിട്ട് സ്വത്ത് അടുത്താണല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് മതപരമായ വിഷയത്തിൽ നമ്മൾ എല്ലാവരും പരസ്പരം സഹായിക്കുകയും പരസ്പരം വസിയത്ത് ചെയ്യുകയും ഒക്കെ ചെയ്ത് മക്കളെയൊക്കെ ഒന്ന് വിട്ട് അതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം. നല്ല നിലയിൽ അൽഹംദുലില്ലാ അതിന്റെ വിജയത്തിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കാൻ, അതിന്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് പ്രവർത്തിച്ചവർ സഹായിച്ചവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ തന്റെ ശിഷ്യന്റെ മഹത്വം അറിഞ്ഞാൽ മതി. ഷഖീഖുൽ ബൽഖി ആരാന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്റെ ശിഷ്യനാണ് ഹാത്തമുൽ അസം, അത് മതി. ആ ഒരൊറ്റ ക്വാളിറ്റി മതി. ചരിത്രങ്ങൾ പറയാൻ നിന്നാൽ ഒരുപാട്. ഹാത്തമുൽ അസം എന്ന് പറഞ്ഞാൽ ബദിരനായ ഹാത്തം എന്നാണ്, പൊട്ടനായ ഹാത്തം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, ഹാത്തമുൽ അഅമ, അന്ധനായ ഹാത്തം എന്ന് പേരുണ്ട്. എന്താ ഈ പേര്? കണ്ണ് കണ്ടുകൂടാത്ത, ചെവിട് കേട്ടുകൂടാത്ത ആണോ? അദ്ദേഹത്തെ പോലെ കാഴ്ചയുള്ള ദുനിയാവിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അദ്ദേഹത്തെ പോലെ കാത് കേൾക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ ആ പേര് വന്ന കാരണം എന്താ? ഹറാമ് കേട്ടിട്ടില്ല, ഹറാമ് കണ്ടിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പേര് വന്നു. ഒരിക്കലും റോഡിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന, അപ്പുറത്ത് കുറച്ച് പെണ്ണുങ്ങളാണ്.
പോകാൻ അതുവഴി പോയാൽ പെൺകുട്ടികളെ കാണേണ്ടി വരും. അതുകൊണ്ട് മൂപ്പർ എന്ത് ചെയ്തു? കണ്ണ് കണ്ടുകൂടാത്ത ഒരാളിനെ പോലെ ഇങ്ങനെ തപ്പി തടയാൻ തുടങ്ങിയെന്നാണ്. ചെറുപ്പക്കാര് കുറച്ച് വന്നിട്ട് അവര് ഈ അങ്ങനെയുള്ള ഉത്സാഹമുള്ളവരാണല്ലോ ചെറുപ്പക്കാര്. ഒന്ന് ഈ മനുഷ്യനെ പിടിച്ചിട്ട് ഹാത്തമുള്ള സമ്മതങ്ങളെ പിടിച്ചിട്ട് ഇങ്ങനെ നടത്തി ഇങ്ങനെ റോഡ് മുറിച്ചപ്പുറത്ത് കൊണ്ട് ആക്കിയിട്ട് അവര് പറയാ, അല്ലാ എത്ര നല്ല ആരോഗ്യമുള്ള സുന്ദരനായ മനുഷ്യൻ, പക്ഷെ കണ്ണിന് കാഴ്ചയില്ലല്ലോ റബ്ബേ, ഞങ്ങളെ ആരെയും ഇതുപോലെ ആക്കല്ലേ അല്ലാ. ഹാത്തമുള്ള സമ്മതങ്ങൾ ഉള്ളുകൊണ്ട് ചിരിക്കുക. കാരണം എന്താ? അത് സ്വന്തം ഉസ്താദിന്റെ ഭാര്യയ്ക്ക് പോലും അറിഞ്ഞുകൂടാന്നാണ്. ഉസ്താദ് ശഖീഖുൽ ബൽഖിയുടെ ഭാര്യയ്ക്ക് പോലും അറിയില്ല തന്റെ ശിഷ്യൻ ഹാത്തമുൽ അസ്സമിന് കണ്ണ് കാണാമെന്ന്. അത്രയും സൂക്ഷ്മതയോടെ ജീവിച്ചയാള്. ഒരിക്കലും വന്നപ്പോ ശഖീഖുൽ ബൽഖി ഉസ്താദ് ബാത്റൂമിൽ കുളിക്കാൻ കതകിന് മുട്ടി. ആരാന്ന് വിളിച്ചു ചോദിച്ചു. ഭാര്യ വന്ന് അകത്ത് നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണ് കണ്ടുകൂടാത്ത ശിഷ്യനാ വന്നിരിക്കുന്നത് എന്ന്. അവർക്ക് പോലും അറിയില്ല ഇദ്ദേഹം കണ്ണ് കാണാൻ പറ്റുന്ന ആളാണ് എന്ന്. അത്രയും സൂക്ഷ്മതയോടെ ജീവിച്ച ഒരു ശിഷ്യ സമ്പത്തുള്ള ഒരു ഉസ്താദ്. ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം പറയാണ്, എല്ലാ ദിവസവും രാവിലെ എന്റെ അടുത്ത് ശൈത്താൻ വരും. എങ്ങനെ? അൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം. മുന്നിലും പിന്നിലും വലത്തും ഇടത്തും ഒക്കെ ശൈത്താൻ വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാറുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയാൻ, നമ്മുടെ അടുത്ത് വരും പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരുടെ അടുത്തും ശൈത്താൻ ഓരോ ദിവസം രാവിലെ, നാളെ നേരം വെളുത്ത് നോക്ക്, തിങ്കളാഴ്ച രാവിലെ നിങ്ങളുടെ അടുത്ത് വരും. 4 സൈഡിൽ നിന്ന് വരുന്ന ശൈത്താന്മാരും പറയുന്നത് വ്യത്യസ്തമാണ്. അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഷെടാ ഇന്ന് ഞായറാഴ്ച എന്റെ അടുത്ത് വന്നല്ലോ, ഇന്ന് ഞായറാഴ്ചയും എന്റെ അടുത്ത് വന്നിട്ടല്ലേ പോയത് എന്ന് ബോധം വരുന്നത് അപ്പോഴാണ്. ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമ്മാ ബൈന യദൈ, എന്റെ മുന്നിലൂടെ വരുന്ന ശൈത്താൻ ഫയഖൂൽ, നേരം വെളുക്കുമ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ലാ തഖഫ് ഇന്നല്ലാഹ ഗഫൂർ, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഒന്നുകൊണ്ടും പേടിക്കണ്ട, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും, നിങ്ങൾ വിഷമിക്കണ്ട. ഇതാര് പറയുന്നതാണ്? ശൈത്താനാ പറയുന്നത്. ഒരു ഗ്ലാസ് കള്ളെടുത്ത് കയ്യിലേക്ക് വെക്കുമ്പോ നമ്മൾ പറയാറുണ്ടല്ലോ, ഓ ഇതൊക്കെ അല്ലാഹ് അങ്ങ് പുറത്തു തരുവടോ, ഇതൊക്കെ അല്ലാഹ് അങ്ങ് മാപ്പാക്കി തരുമെടാ. ഇതൊക്കെ നമ്മളല്ലേ പറയുന്നത്. ഒരു ചീത്ത വിളിച്ചു, ഒരു പരദൂഷണം പറഞ്ഞു, ഒരു ഏഷണി പറഞ്ഞു, നമ്മൾ പറയുന്നത് എന്താണ്? ഓ അതൊന്നും സാരമില്ല, ഇതൊക്കെ അല്ലാഹ് മാപ്പാക്കി തരുമെന്ന്. ആ ഒരു ശുഭാപ്തി വിശ്വാസം നല്ലതാണ്. പക്ഷേ ഇതിനെ പ്രേരിപ്പിക്കുന്നതാരെന്നറിയോ? നമ്മുടെ മുന്നിലൂടെ വരുന്ന ശൈത്താനാണ് എന്ന് മഹാനായ ശഖീഖുൽ ബൽഖി വീണ്ടും മഹാനവറുകൾ പറയുകയാ. ഞാനൊന്ന് ചോദിക്കട്ടെ പെങ്ങളെ, ഇങ്ങനെ പലരും വന്നിട്ടില്ലേ? പലപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ലേ? എനിക്ക് അല്ല പുറത്തു തരും, എനിക്ക് പുറത്തില്ലെങ്കിൽ പിന്നെ ആർക്കാ അല്ല പൊറുക്കുക? അത് തോന്നിപ്പിക്കുന്നത് ശൈത്താൻ തന്നെയാണ്. എന്നാൽ മഹാനവറുകൾ പറയുന്നു, അമ്മാമിൻ ഖൽഫി, എന്റെ പിറകിലൂടെ വരുന്ന പിശാച് ഫയഖൂൽ, എന്നോട് വന്നിട്ട് പറയുന്നു, ഫയുഖവ്വിഫുനി മിൻ വുഖൂഇ ഔലാദി ഫിൽ ഫഖരി, എന്റെ മക്കളുടെ ദാരിദ്ര്യം എന്നോട് ഓർമ്മപ്പെടുത്തുന്നത് പിറകിലൂടെ വരുന്ന ശൈത്താനാ. പള്ളിക്ക് വേണ്ടി 10,000 കൊടുക്കാൻ പറയുമ്പോ, അല്ലോ ഞാൻ ഈ 10 രൂപ കൊടുത്താൽ എന്റെ മക്കളുടെ സ്കൂൾ ഫീസ് അടയ്ക്കുന്നതാരാ? പടച്ചവനെ, ഞാൻ 25,000 രൂപ കൊടുക്കുകയോ? 25,000 രൂപ എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്ക് 2.5-3 മാസത്തോളം ഫീസ് അടയ്ക്കാനുണ്ടല്ലോ. ഇങ്ങനെ മക്കള് പട്ടിണിയായി പോകും, പരിവട്ടത്തിലായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് പിശാചാണ് പിറകിലൂടെ വന്ന് നിന്നെ സദഖയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതത്രേ. അങ്ങനെ വന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, അമ്മാമിന് ഖിബലി യമീനി, എന്റെ വലതുഭാഗത്തൂടെ ശൈത്താൻ വന്നിട്ട് എന്നോട് പറയുന്നത്, യതീനി മിനസനാ, ഒരുപക്ഷേ ഇത് എന്നെ പോലുള്ള പ്രഭാഷകരുടെ അടുക്കലാണ് കൂടുതൽ വരുന്നത്. വലതുഭാഗത്തൂടെ കടന്നു വരൂ, എന്നിട്ട് ഇങ്ങനെ നിന്നെ പറ്റി പുകഴ്ത്തി പറയൂ, നിങ്ങൾ വലിയ ആളാ, നിങ്ങൾ വലിയ പ്രാസംഗികനാ എന്നൊക്കെ ഇങ്ങനെ ഓരോ പുകഴ്ത്തലുകൾ ഇങ്ങനെ ഓരോന്ന് പറയുകയാ. അപ്പോഴും നമ്മൾ അറിയാതെ മുദരിസന്മാരെ കണ്ടാൽ നമ്മൾ മറന്നു പോകുന്നു. വലിയ വലിയ പ്രായമുള്ള ഉസ്താദുമാരെ കാണുമ്പോ നമുക്ക് പുച്ഛം തോന്നുന്നു. അവരാരാണ്? അവരിട്ട വട്ടത്തില് തവളയുടെ കുളം പോലെയല്ലേ അവരുള്ളത്. നമ്മൾ പാറി പറന്ന് നടക്കുകയല്ലേ എന്ന ചിന്ത ശൈത്താൻ കൊണ്ടുതരൂ. അത് വലതുഭാഗത്തൂടെ വരുന്ന ശൈത്താൻ
ശൈത്താന്റെ തോന്നല. എന്നാൽ ഇടതുഭാഗത്തുകൂടെ ശൈത്താൻ വരും. എന്നിട്ട് ആ ശൈത്താൻ എന്താണ് ചെയ്യുന്നതെന്നറിയോ? ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ, മോഹങ്ങളെ, ജഡികേച്ഛകളെ തോന്നിപ്പിക്കുന്നത് ഇടതുഭാഗത്തൂടെ വരുന്ന ശൈത്താനാണ്. അവിടെ പോകണം, ഇവിടെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ തോന്നിക്കുന്നത് ഇടതുഭാഗത്തുകൂടെ വരുന്ന ശൈത്താനാണത്രേ. ആ സമയത്ത് ശഖീഖുൽ ബൽഖി തന്നെ പറയുകയാണ്, ഇത് വേറെങ്ങുമുള്ളതല്ല, ഇതേതെങ്കിലും വാറോലയിലുള്ളതല്ല പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിനെ തഫ്സീർ ചെയ്തിട്ടുള്ള ഇമാമുന റാസി തങ്ങളെ പോലെ, ഇമാം സ്വാബി തങ്ങളെ പോലെ, ഇമാം ജലാലൈനി തങ്ങളെ പോലെ, ഇമാം ഇബ്നു കസീറിനെ പോലെ, ഇമാം തഹാവിയെ പോലെ എത്ര വിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകൾ ഉണ്ടെന്നറിയോ? അതിലൊരു വലിയ മഹാനാണല്ലോ ഇമാം ഖാസിനി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖാസിനിൽ വളരെ വ്യക്തമായി ഇത് കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് രക്ഷപ്പെടാനുള്ള മാർഗം എന്തെന്നറിയോ? അതുകൂടി പഠിച്ചു വെച്ചോ. ഇത് ലൈവ് ടെലികാസ്റ്റ് ആണല്ലോ. ഇത് ഓരോരുത്തരും നാളകളിരുന്ന് കേട്ടിട്ട് ഈ ആയത്തുകളൊന്ന് എഴുതി പഠിക്കണേ. എല്ലാവർക്കും മറ്റെന്തിനും സമയമുണ്ടല്ലോ, ബുദ്ധിയുണ്ടല്ലോ. ഏത് സിനിമാ പാട്ട് പാടാനും അവർക്കറിയാം. ഏത് കളിക്കാരുടെ രാജ്യത്തിന്റെ പേരുകൾ വേണമെങ്കിലും മക്കളെ പഠിപ്പിക്കാം. പോരെ 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 പോരാ. മുന്നിലൂടെ ശൈത്താൻ വരുമ്പോൾ മഹാനായ ശഖീഖുൽ ബൽഖി തങ്ങളോട് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്തോ അല്ലാഹ് പുറത്തു തരുമെന്ന് പറയുമ്പോ ഞാൻ ഓതാറുണ്ട്. ആര് പറയുന്നു? ശഖീഖ് തങ്ങൾ പറയാ, ഞാൻ ഓതാറുണ്ട്. വഇന്നീ ലഗഫാറുൽ ലിമൻ താബ വആമന വഅമില സാലിഹൻ സുമ്മ ഇഹ്തദാ. ഇത് ഓതുമ്പോ ശൈത്താൻ അവന്റെ വഴിക്കങ്ങ് പോകും. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? എല്ലാവനും അല്ല പുറത്തു കൊടുക്കൂലടോ. കണ്ടവനും കേട്ടവനും അല്ല പുറത്തു കൊടുക്കൂലടോ. അല്ല പൊറുക്കുന്നവനാണ്, പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ഗഫാറാണ്, ഗഫൂറാണ്. പക്ഷെ അല്ല പൊറുക്കുന്നത് ആർക്കെന്നറിയോ? ഇന്നീല ഗഫാർ, ഞാൻ വല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവൻ തന്നെ. പക്ഷേ ആർക്കാണ്? ലിമൻ താബ, പശ്ചാത്തപിക്കുന്നവന്, വആമന, എന്നെ കൊണ്ട് വിശ്വസിക്കുന്നവന്, വഅമില സാലിഹാ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവന്, ലിമൻ ഇഹ്തദാ സുമ്മ ഇഹ്തദാ, എന്നിട്ട് നല്ല വഴിയേ നടക്കുന്നവന് ഞാൻ പുറത്തു കൊടുക്കൂ. വീണ്ടും വീണ്ടും കള്ള് കുടിക്കുന്നവന് പൊറുക്കൂല, വീണ്ടും വീണ്ടും പലിശ വാങ്ങുന്നവന് പൊറുക്കൂല. ഇത് പറയുമ്പോ ശൈത്താൻ അതുവഴി അങ്ങ് പോകാറുണ്ട്. പുറകിലൂടെ വന്നിട്ട് നിന്റെ മക്കളുടെ ദാരിദ്ര്യത്തെപ്പറ്റി നീ മറക്കരുത്. പള്ളിക്കും മദ്രസയ്ക്കും എന്തിനാണ് കൊടുക്കുന്നത്? ഇതിനെപ്പറ്റി നിന്നോട് ഓർമ്മിപ്പിക്കുമ്പോൾ നീ പറയേണ്ടത് എന്തെന്നറിയോ? ശഖീഖ് തങ്ങൾ പറയുന്നു, എന്റെ പുറകിലൂടെ വന്ന മക്കളുടെ ദാരിദ്ര്യവും പ്രാരാബ്ദവും എന്നോട് പറയുമ്പോ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഓതും, വമാ മിൻ ദാബ്ബ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിലൂടെ നീങ്ങുന്ന ഏത് ജീവജാലങ്ങൾക്കും, ഭൂമിയിലെ ഏത് മനുഷ്യർക്കും, ഏത് ജീവജാലങ്ങൾക്കും, പച്ചക്കരലുള്ള ഏത് ജീവികൾക്കും ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള അന്നമുണ്ട്. ഇത് പറഞ്ഞ അവന്റെ വഴിക്ക് പോയിക്കോളും. നമ്മളെ കൂടെ എസ് വെച്ച് കൊടുക്കും. ശരിയാണ്, എല്ലാം കൂടെ ഞാൻ കെട്ടിപ്പിടിച്ച് വെച്ചാലല്ലേ എന്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്റെ പൊന്ന് സഹോദരങ്ങളെ, അള്ളാഹു ജനിപ്പിച്ചോ? വായ കീറിയ അല്ലാഹ്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു. നമ്മൾ പറയുമല്ലോ തിലാവത്തിന്റെ സുജൂദില്, അല്ലാഹുവേ എന്റെ കാത് കീറിട്ടെന്ന, എന്റെ കണ്ണ് കീറിട്ടെന്ന, എന്റെ വായ കീറിട്ടെന്ന അല്ലാഹ്. വായ കീറിയവൻ അല്ലാഹുവാണെങ്കിൽ അന്നം തരാം അവൻ അറിയാം. ഇമാം ഷാഫി തങ്ങളുടെ വാക്ക് കടമെടുത്താൽ, ജീവിച്ചിരുന്നാൽ അന്നം, മരിച്ചാൽ മണ്ണ്, ജീവിതം രാജകീയം, മനസ്സ് സ്വസ്ഥം. അതാകണം നമ്മൾ.